പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിയോഗമനത്തെ താനും തന്റെ ഉമ്മത്തും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ, എന്റെയും നിങ്ങളുടെയും ഉപമ വെളിച്ചം കത്തിച്ചു വെച്ച, തീ കൊളുത്തിവെച്ച ഒരു മനുഷ്യന്റെ ഉപമയാണ്. ഫജഅലൽ ജനാദിബു വൽ ഫറാഷ് യഖഅന ഫീഹ, ആ തീക്കണലിലേക്ക്, ആ വെളിച്ചത്തിലേക്ക്, ആ നാളങ്ങളിലേക്ക് പ്രാണികളും പുഴുക്കളും പാറി വന്ന് വീണുകൊണ്ടിരിക്കുന്നു. വഹുവ യദുബ്ബുഹുന്ന അൻഹ, ആ മനുഷ്യൻ ആ തീക്കണലുകളിൽ ചിറക് കത്തി അമരുന്ന പ്രാണികളെയും പാറ്റകളെയും പുഴുക്കളെയുമൊക്കെ അതിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൻആഖിദും ബി ഹുജ്സികും അനിന്നാർ, ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് പിടിച്ചു വെക്കുന്നുണ്ട്. വഅൻതും തഫല്ലതൂന മിൻ യദി, നിങ്ങൾ എന്റെ കൈകളിൽ നിന്ന് തെന്നിമാറി അതിലേക്ക് തന്നെ വീഴുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും പരാമർശങ്ങളും ഒക്കെ എടുത്തു പരിശോധിക്കുമ്പോൾ സ്വന്തം ഉമ്മത്തിനെ എന്തുമാത്രം അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്നത് നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ച ഓരോ മാർഗദർശനങ്ങളും ആ വ്യക്തി എന്ന നിലക്കുള്ള സുരക്ഷിതത്വത്തിനും സമൂഹം എന്ന നിലക്കുള്ള സുരക്ഷക്കും ഒക്കെ വേണ്ടി ഉള്ള മാർഗനിർദ്ദേശങ്ങളാണ്. അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, പാടില്ലെന്ന് പറഞ്ഞതും ചെയ്യരുതെന്ന് പറഞ്ഞതും വേണ്ടെന്ന് വെച്ചതും ഒക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ്. കഴിക്കരുത് എന്ന് പറഞ്ഞത് എന്താണ്? കഴിക്കാവുന്നതാണ് ഭൂമിയിലെ എല്ലാം. കഴിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പുറമെയുള്ള എല്ലാം കഴിക്കാവുന്നതാണ്, അല്ലേ? കഴിക്കരുത്, മദ്യം കഴിക്കരുത്, ലഹരി കഴിക്കരുത്, പന്നി കഴിക്കരുത്. അതുപോലെ തന്നെ പ്രത്യേകം പറഞ്ഞ ചില പക്ഷികൾ, ജീവികൾ, അത് കഴിക്കരുത്. ബാക്കിയൊക്കെ കഴിക്കാം. കുടിക്കരുത് എന്ന് പറഞ്ഞത് എന്താണ്? അത് വളരെ കുറച്ചേ ഉള്ളൂ. ഉപയോഗിക്കരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞത് വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ ചെയ്യാവുന്നതാണ്. അതെടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയും അത് നമ്മുടെ സാമ്പത്തികത്തെ, നമ്മുടെ മാനസികാവസ്ഥയെ, ശാരീരികാവസ്ഥയെ ഒക്കെ ബാധിക്കുന്നതാണ്. ഇസ്ലാം നോ എന്ന് പറഞ്ഞ ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്ക്, അരുതെന്ന് പറഞ്ഞ ഏതും മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതാണ് മനുഷ്യന്റെ പരലോകം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ കാര്യങ്ങളിലുള്ളത്. ഗുണപരമായ എന്തെങ്കിലും ഒന്ന്, ഈ ലോകത്തു നിന്നെങ്കിലും ഗുണമാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം പോലും ഇസ്ലാം ഒരു വ്യക്തിക്കും വേണ്ടെന്ന് വെച്ചിട്ടില്ല. ആത്യന്തികമായി പ്രത്യക്ഷത്തിൽ ഗുണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഇത് നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ഊരൊക്കെ പിടിച്ച് വലിച്ച് പുറത്തേക്കിടാൻ നോക്കുന്നു, നിങ്ങളാണെങ്കിലോ അതിലേക്ക് തെന്നി മാറുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിൽ നമ്മളെയൊക്കെ കാണണം എന്ന് കൊതിക്കുന്നുണ്ട് എന്നാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഖബർസ്ഥാനിൽ പോവുകയാണ്. ഖബർസ്ഥാനിൽ പോകുന്നത് അവിടുത്തെ മണ്ണെടുക്കാനോ, അവിടെ കത്തിച്ചു വെച്ച തിരിയിൽ നിന്ന് എണ്ണ എടുക്കാനോ, അവിടെ എണ്ണ കൊടുക്കാനോ ഒന്നുമല്ല. ഒരു വിശ്വാസി എന്തിനാണ് പോകേണ്ടത്? അതിനാണ് പോയത്. അള്ളാഹുവിന്റെ റസൂൽ മക്ബറയിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ്. പ്രത്യേകിച്ചും മരണത്തിന്റെ ദിനങ്ങൾ അടുത്തപ്പോ പ്രവാചകൻ ഖബർസ്ഥാനിൽ പോയി തന്റെ അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രിയിൽ തനിച്ചുപോയി ഏകനായി നിന്ന്, പൂർണ്ണചന്ദ്രൻ ഉദിച്ചൊരു രാത്രിയിൽ പ്രവാചകൻ ഖബറിൽ കിടക്കുന്ന തന്റെ അനുയായികൾക്ക് വേണ്ടി ബദറിൽ പോയി പ്രവാചകൻ, അങ്ങനെ ബഖീഉൽ ഗർഖദിൽ പോയി പ്രവാചകൻ ഒക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെന്ന് പ്രവാചകൻ സലാം പറയണം, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീന വ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഒരു വിശ്വാസി മഖബറയിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണെങ്കിൽ സലാം പറയേണ്ട രൂപമാണത്. ഖബറിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, ഞങ്ങളും നിങ്ങളുടെ കൂടെ ചേരാനുള്ളവരാണ്. എന്നിട്ട് പ്രവാചകൻ പറയും, വദിത്തു അന്ന ഖദ് റഅയ്ന ഇഖ്വാനന, നമ്മുടെ ഇഖ്വാനുകളെ കൂടി എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഉണ്ടാവരുന്നത് ചോദിച്ചു, അവലസ്ന ഇഖ്വാനക്, അങ്ങയുടെ സഹോദരങ്ങൾ അങ്ങയുടെ സഹോദരങ്ങൾ ഇഖ്വാനുകൾ ഞങ്ങൾ തന്നെയല്ലേ നബി എന്ന് പറഞ്ഞപ്പോ, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ സഹചാരികളാണ്, നിങ്ങൾ എന്റെ ഇഖ്വാനല്ല. വഇഖ്വാനുന അല്ലദീന ലം യഅതു ബഅദു, അവർ പിന്നീട് വരുന്നവരാണ്, അവര് ഇതുവരെ വന്നിട്ടില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല. മനുഷ്യ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തുകയും ഇസ്ലാമിനെ സ്വീകരിക്കുകയും ചെയ്ത മുഴുവൻ വിശ്വാസികളെയും എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോ അവിടെയുള്ള ആളുകൾ ചോദിക്കുകയാണ്, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക്, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആളുകളെ നബിയെ അങ്ങെങ്ങനെ അങ്ങക്ക് അവരെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വെച്ചെന്തറിയോ, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഖുർറുൻ മുഹജ്ജല ബൈന ലഹ്രി ഖൈരിൻ ദുഹിലിൻ വബുഹ്മിൻ, എന്താ വളരെ മനോഹരമായി തിളങ്ങുന്ന ഭംഗിയുള്ള കുതിരയുള്ള ഒരു വ്യക്തി തന്റെ മറ്റു കുതിരകൾക്കിടയിൽ നിന്ന് ആ കുതിരയെ തിരിച്ചറിയുകയില്ലേ? തന്റെ കുതിരകളിൽ ഏറ്റവും ഭംഗിയുള്ള തിളക്കമുള്ള കുതിരയെ അത്ര തന്നെ തിളക്കമില്ലാത്ത മങ്ങിയ നിറമുള്ള കുതിരകൾക്കിടയിൽ നിന്ന് ഒരു കുതിരക്കാരൻ തിരിച്ചറിയുകയില്ലേ എന്ന് ചോദിക്കുകയാണ്. അവർ പറഞ്ഞു, നബിയെ അതെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫഇന്നഹും യഅതൂന ഖുർറൻ മുഹജ്ജലീന മിനൽ വുദൂ, എന്റെ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയുക, അവരുടെ കൈകാലുകൾ വെളുത്തിരിക്കും, അത് തിളങ്ങുന്നുണ്ടാകും, വുദൂഇന്റെ അടയാളങ്ങൾ കൊണ്ട് തിളങ്ങുന്നുണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ഞാൻ അവരെ കണ്ടുമുട്ടുക ഹൗദിന്റെ അരികിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഹദീസിൽ നിന്ന് എടുക്കാനുണ്ട്, എല്ലാം കൂടി എടുക്കണില്ല. അപ്പൊ പ്രവാചകൻ സത്യത്തിൽ നമ്മളെ കണ്ടുമുട്ടാൻ കൊതിക്കുന്ന, അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ്. നമ്മൾ പ്രവാചകൻ അങ്ങോട്ട് സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് സാധാരണ എപ്പോഴും പറയാറ്, അല്ലെ? ഇന്ന് നമ്മൾ പറയുന്നത് അതിനെ കുറിച്ചല്ല. പ്രവാചകൻ നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണാൻ കൊതിക്കുന്നുണ്ട്, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നത് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് തിരിച്ചു വയ്ക്കാണ്. കോടിക്കോടി മനുഷ്യർക്കിടയിൽ നിന്ന് അങ്ങയുടെ അനുയായികൾ അങ്ങേക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞു വെച്ചപ്പോ അവർക്ക് മനസ്സിലാകുന്ന ഉദാഹരണമാണ്. അതാണ് പ്രവാചകൻ എന്ന അധ്യാപകന്റെ പ്രത്യേകത. പ്രവാചകൻ എന്നും ടീച്ചിങ് എയ്ഡുകളിലൂടെയാണ് പഠിപ്പിച്ചത്. ടീച്ചിങ് എയ്ഡ് ക്ലാസ്സിൽ പോണ അധ്യാപകന്റെ അടുത്ത് ഉണ്ടാകും, അധ്യാപന സഹായി ഉണ്ടാകും. ആ ടീച്ചിങ് എയ്ഡ് എന്താ? അവർക്ക് കുതിരയെയും ഒട്ടകത്തെയും ആടിനെയും ഒക്കെ അറിയാം. അപ്പോ തിളങ്ങുന്ന ഭംഗിയുള്ള തന്റെ കുതിരയെ തന്റെ മറ്റു കുതിരകൾക്കിടയിൽ നിന്ന് കുതിരക്കാരൻ തിരിച്ചറിയില്ലേ എന്നാണ് റസൂൽ ചോദിക്കണത്. അപ്പൊ ഓരോ ഒളു എടുക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയാണിത്, ഒരു വികാരമാണിത്. എന്റെ നബിക്ക് എന്നെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഉണ്ടാകേണ്ടത് എന്റെ ഈ ഒളുവിൽ നിന്നാണ്. അപ്പൊ ഒളുവിന്റെ സമയത്ത് ഒളു എടുക്കാതെ ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാതെ അശ്രദ്ധമായി അലസമായി നടക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ജ്വലിക്കേണ്ട വികാരത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് നൽകുന്ന മറ്റൊരു സൂചന. ഇനി നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്ക് മനോഹരമായ മറ്റൊരു കാര്യം, നമ്മളോടുള്ള സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണം നമുക്ക് കിട്ടും. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹ് കൊടുത്ത ഒരു ഓപ്ഷനാണ്, ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, എല്ലാ നബിമാരും ഭൂമിയിൽ നിന്ന് തന്നെ ആ അവസരത്തെ ഉപയോഗിച്ചു. അവരുടെ ജീവിതവും സന്ദർഭവും സാഹചര്യങ്ങളും ആവശ്യപ്പെട്ടതനുസരിച്ച് അവരത് ഉപയോഗിച്ചു. വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി, എന്റെ പ്രാർത്ഥനയെ ഞാൻ എന്റെ ഉമ്മത്തിനുള്ള ശഫാഅത്തായി നീട്ടിവെച്ചിരിക്കുകയാണ്. ഫഹിയ നഈലതുൻ മൻ മാത മിൻഹു ലാ യുശ്രികു ബില്ലാഹി ശൈആ, എന്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാത്തവർക്ക് അത് കിട്ടുമെന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും കൊടുത്ത ആ അവസരം ഉപയോഗിക്കാവുന്ന ഒരുപാട് ഘട്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴൊക്കെയായിരുന്നു വന്നത്? സ്വന്തം മരുമകൻ അവർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, പ്രവാചകൻ നബിയായ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ജാഹിലിയത്തിനു മുമ്പ് കല്യാണം കഴിക്കപ്പെട്ട തന്റെ മോളെ വിവാഹമോചനം നടത്തി വീട്ടിൽ കൊണ്ടുവന്നാക്കിയപ്പോൾ ആ മനുഷ്യന്റെ മനസ്സൊന്നു മാറ്റി എന്റെ മോളെ തിരിച്ചു കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ഘട്ടം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പ്രവാചകൻ അത് നടത്തിയിട്ടില്ല. സ്വന്തം കുഞ്ഞുങ്ങൾ, സ്വന്തം മക്കൾ, ആണാകട്ടെ പെണ്ണാകട്ടെ,
ആ ദാമ്പത്യ ജീവിതത്തിൽ അവർ പ്രയാസം അനുഭവിക്കുമ്പോൾ ഒരു ഉമ്മന്റെയും ഉപ്പന്റെയും മനസ്സിന്റെ കനമറിയണമെങ്കിൽ അത്തരം ഒരു ഘട്ടത്തിലേക്ക് എത്തണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു അതിൽ നിന്ന് സമ്പൂർണമായ മോചനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഇതേ പ്രവാചകന് തന്നെ ആ പ്രാർത്ഥന ഉപയോഗിക്കേണ്ടി വന്ന ഘട്ടം പിന്നെയും ഉണ്ടായിരുന്നു. തന്റെ കഴുത്തിൽ കുടൽമാലകൾ ചാർത്തപ്പെട്ടു. ഒന്ന് തലപൊക്കാൻ കഴിയാതെ ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾക്ക് ഇടയിൽ സുജൂദിൽ കിടക്കുന്ന നേരമുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ അത് നിർവഹിക്കേണ്ടിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തിനു വേണ്ടി അത്തരമൊരു ഓപ്ഷൻ പ്രവാചകൻ ഉപയോഗിച്ചിട്ടില്ല. അവസാനം മക്കത്ത് നിന്ന് ആരുടെയും സുരക്ഷിതത്വം കിട്ടാതിരുന്നപ്പോൾ ഉമ്മാന്റെ നാട്ടിലേക്ക്, ഉമ്മയുടെ ആളുകളടുത്തേക്ക് ത്വായിഫിലേക്ക് പോവുകയാണ്. ത്വായിഫിലെ മനുഷ്യരെടുത്ത് സഹായം തേടി ചെന്നപ്പോൾ അവരദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടി. ഉരുളൻ കല്ലുകൾ കൊണ്ട് ആൾക്കൂട്ടം പിന്നാലെ കൂടുകയും പ്രവാചകൻ ആൾക്കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. അവരുടെ കല്ലുകൾ പ്രവാചകന്റെ ശരീരത്തിൽ വന്നു വീണു. അവരുടെ കല്ലുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ വന്നു വീണു. ആ ശരീരത്തിൽ കല്ലുകൾ വന്ന് വീണ് തളർന്ന അവശനായി ക്രൂരമായവർ പീഡിപ്പിക്കുമ്പോൾ എല്ലാ അമ്പിയാക്കളും ഉപയോഗിച്ച ആ പ്രാർത്ഥനയുടെ ഓപ്ഷൻ പ്രവാചകൻ ഉപയോഗിക്കേണ്ടതായിരുന്നു. അന്നും പ്രവാചകൻ അത് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രാർത്ഥനയെ അന്നും ഉപയോഗിച്ചില്ല. അതിന്റെയും ഇടയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദ്ദേഹത്തിന്റെ പിതൃവിനെ, വയസ്സായ അബൂ ത്വാലിബിനെ അടക്കം ബഹിഷ്കരിച്ച് ഒരു മലയടിവാരത്തിലേക്ക് മാറ്റിയ ദിനങ്ങളുണ്ടായിരുന്നു. കഴിക്കാൻ ഭക്ഷണം കിട്ടാതെ, കുടിക്കാൻ വെള്ളം കിട്ടാതെ അവർ തീവ്രമായി വേദനിച്ച ദിവസങ്ങളായിരുന്നു. ഞങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോ, ഞങ്ങൾ മലമൂത്ര വിസർജനം നടത്തുമ്പോ ആടുകൾ കാഷ്ടിക്കും പോലെ കാഷ്ടിച്ച ദിനങ്ങൾ വന്നിരുന്നുവെന്ന് അന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തി. അന്നും പ്രവാചകൻ ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടില്ല. കൊട്ടേഷൻ സംഘങ്ങളെ ആവർത്തിച്ച് മദീനയിലേക്ക് പോലും പറഞ്ഞയച്ചു. പല കൊട്ടേഷൻ സംഘങ്ങളെയും പറഞ്ഞയച്ചു. ചതിയിലൂടെ, കെണിയിലൂടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടില്ല. ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുമ്പോൾ നീണ്ട ദിനങ്ങൾക്ക് ശേഷം കിടങ്ങിന്റെ പണി പൂർത്തിയാകുമ്പോഴാണ് അവിടെ നിന്നിങ്ങോട്ട് പ്രവേശിക്കേണ്ട ശത്രുവിനെ തടയാൻ ഈ കിടങ്ങ് പര്യാപ്തമാണെങ്കിലും മദീനക്കുള്ളിൽ ജൂതനുമായി ചേർന്ന്, മുനാഫിഖുമായി ചേർന്ന് പുതിയ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നു. ആ തളർന്ന സ്വഹാബത്തിന് പോരാട്ട ഭൂമിയിലേക്ക് പോകേണ്ടുന്ന ഘട്ടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും ആ സ്വഹാബത്തിനെയെങ്കിലും വിചാരിച്ച് പ്രവാചകൻ അത് ഉപയോഗിച്ചിട്ടില്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന മൊത്തം ഉമ്മത്തിന് വേണ്ടി ആ പ്രാർത്ഥന മാറ്റിവെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു. ആ നാട്ടിൽ ഏറ്റവും സ്വീകാര്യൻ, ആ നാട്ടിൽ ഏറ്റവും വിശ്വസ്തൻ, ആ നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, എല്ലാ കമ്മിറ്റികളിലും എല്ലായിടത്തും ഏറ്റവും ശ്രദ്ധേയൻ, കഅബാലയത്തിന്റെ പണി പൂർത്തിയായപ്പോ ഹജറുൽ അസ്വദ് എവിടെ വെക്കണമെന്ന തർക്കത്തിന്റെ പരിഹാരം തേടി അവരിൽ ഏറ്റവും മുതിർന്നവരും ഏറ്റവും വലിയ ഗോത്രത്തലവന്മാരും ഖുറൈശികളിൽ ഏറ്റവും ഇളം തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരനായി തിരുനബിയുടെ അരികിലെത്തിയെങ്കിൽ അത്രയും പ്രശസ്തമായ പ്രഖ്യാപിതമായ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട ആ റസൂലുള്ളാഹ് മജ്നൂൻ, ജിന്നു ബാധിച്ചവൻ, ഭ്രാന്തൻ എന്ന്, ജിന്നുവാദി എന്ന് പ്രവാചകൻ വിളിക്കപ്പെട്ടു. അല്ലെ? അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടില്ല. എന്ത്? ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, ഓരോ നബിയും തന്റെ പ്രാർത്ഥനയെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഉപയോഗിച്ചു. വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി ഞാനത് മാറ്റിവെച്ചു എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് പ്രവാചകൻ കണ്ടിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിന്റെ നിലവിളികൾ, ആകാശം മുട്ടെ ഉയരാവുന്ന നിലവിളികൾ ഉള്ളിലേക്ക് അടക്കി വെച്ച് അടുത്തൊരു മനുഷ്യന്റെ വിശ്വാസ സ്വീകരണത്തിന് തന്റെ കരച്ചിലും തന്റെ നിലവിളിയും തടസ്സമാകരുതെന്ന നിലക്ക് അടക്കിപ്പിടിച്ച ബിലാലിനെ കണ്ടിട്ടുണ്ട്. മാറിൽ കരിങ്കല്ല് കയറ്റിവെച്ചത് കണ്ടിട്ടുണ്ട്. മണ്ണിലൂടെ, കല്ലിലൂടെ, കൂർത്തുമൂർത്ത കല്ലിലൂടെ വലിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബിലാലിനും ആ സ്വഹാബത്തിനും വേണ്ടിയെങ്കിലും പ്രവാചകൻ ആ പ്രാർത്ഥന ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് അതെന്റെ ഉമ്മത്തിന് വേണ്ടി, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അത് മാറ്റിവെച്ചു എന്നാണ്. അതൊക്കെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്താണ് ഈ ശഫാഅത്ത്?
നാട്ടിൽ പറയുന്നത് പോലെ അല്ലെ, ഏതെങ്കിലും ഒരു വ്യക്തിനെ വിളിച്ചു പറഞ്ഞ് അപ്പുറത്തു കൂടെ കാര്യം സാധിക്കുന്ന ശഫാഅത്തല്ല. പ്രവാചകന്റെ ശഫാഅത്തുൽ ഉളമയും ശഫാഅത്തു സുഗറയും ഉണ്ട്, ശഫാഅത്തുൽ കുബറയും ശഫാഅത്തു സുഗറയും ഉണ്ട് അല്ലെ. എന്താ? അള്ളാഹുവിന്റെ അടിമകൾ നീണ്ട കാലഘട്ടങ്ങൾ, നീണ്ട വർഷങ്ങൾ മഹ്ശറയിൽ നിൽക്കുകയാണ്. മഹ്ശറയിലെ ആ നൃത്തം പോലും ഏറ്റവും വലിയ പരീക്ഷണമാണ്. അമലിനനുസരിച്ചാണ് അവരുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുക. അപ്പോ റസൂലുള്ളാഹി സുജൂദിൽ വീഴാണ്. നീണ്ട സുജൂദിൽ വീഴുമ്പോ നീ നിന്റെ തല ഉയർത്ത്, നീ ചോദിക്ക് എന്ന് പടച്ചോൻ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാണ്. അതാണ് ശുപാർശ, അതിലേക്ക് നീക്കി വെച്ചതാണ്. പക്ഷെ അതാർക്കാ കിട്ടുക? അതാർക്കാ കിട്ടുക? അടുത്ത ഭാഗമാണ് ഏറ്റവും പ്രസക്തം. അതാരെ അറിയോ? ആർക്കാ കിട്ടാന്നറിയോ? മല്ല യുശ്രികു ബില്ലാഹി ശൈആ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവർക്ക്. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവർക്ക്. എല്ലാ ഖുതുബയിലും ഈ വിഷയം ആവർത്തിച്ചു പറയണ എന്തുകൊണ്ടാ? നമുക്കിത് കുറ്റം പറയണ വിഷയമാണ്, റോട്ട് തല്ലണ വിഷയമാണ്, ബഹളുണ്ടാക്കണ വിഷയമാണ്. എന്തേ ഒരു പള്ളിയുമായി ഇവിടെ വേറിട്ട് നിൽക്കുന്നത്? ഈ ഒരൊറ്റ യോഗ്യത കിട്ടണം, ശഫാഅത്ത് കിട്ടണം. പാർട്ടിയിലെ സ്ഥാനങ്ങൾ, ക്ലബിലെ സ്ഥാനങ്ങൾ, നാട്ടിലെ മാനങ്ങൾ, കുടുംബത്തിലെ പ്രശസ്തികൾ ഒക്കെ അവസാനിക്കും. നിങ്ങളെ മോളെ കല്യാണം കഴിപ്പിക്കാൻ വരുമ്പോ ഒരു പക്ഷേ പറയും, ഓപ്പ പുതിയ പള്ളി പോയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഇതൊക്കെ ഭയമായിരിക്കും. പക്ഷെ ഈ ഭയങ്ങൾക്കൊക്കെ അപ്പുറത്ത് തവക്കുൽ എന്നുള്ള വലിയൊരു ആയുധമുണ്ട്. അതുപയോഗിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നവന് അള്ളാഹു കൊടുക്കുന്ന അംഗീകാരമാണിത്. മല്ല യുശ്രികു ബില്ലാഹി ശൈആ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവൻ. അതാണ് മാലയും മൗലൂദും റാത്തീബും കുത്തുബിയത്തും കുത്താറാത്തീബും ഏടുകളുമൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ, മനുഷ്യ ചരിത്രത്തെ മുഴുവൻ അതിജീവിച്ച ഗ്രന്ഥത്തെ, ഒരാൾക്ക് പോലും നശിപ്പിക്കാൻ കഴിയാത്ത ഗ്രന്ഥത്തെ ഒരാൾക്കും നശിപ്പിക്കാൻ പറ്റൂല. ഒരാൾക്കും. ലോകത്തെ മുഴുവൻ ചക്രവർത്തിമാരും ഒന്നിച്ച് തീരുമാനിച്ചാൽ പോലും ഒരിക്കലും നശിപ്പിക്കാൻ പറ്റൂല. അതിന്റെ മുഴുവൻ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ നശിപ്പിച്ചു, അതിന്റെ ഹാർഡ് കോപ്പികളും എല്ലാം നശിപ്പിച്ചു. എന്നാലും ലോകത്തെ ശതകോടി ഗ്രാമങ്ങളിൽ നിന്ന്, പരകോടി മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് അക്ഷരത്തിൽ, വാക്കിൽ വ്യത്യാസമില്ലാതെ വിശുദ്ധ ഖുർആൻ റീപ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത മണിക്കൂറിൽ ഒരു കോർഡിനേഷനും വേണ്ട. മദ്ദിലും സദ്ദിലും അക്ഷരത്തിലും പുള്ളിയിലും വ്യത്യാസം ഉണ്ടാകൂല. ആ കിതാബ് കയ്യിലുണ്ടായിട്ട് അതിലേക്ക് പഠിക്കാൻ പോകാതെ, അത് നോക്കാതെ നിസ്കാരത്തിൽ ഓതുന്ന ഭാഗം പോലും അറിയാത്ത നമ്മൾ ശഫാഅത്തിന്റെ യോഗ്യത നഷ്ടപ്പെടുത്തുകയാണ്. ശിർക്കിലൂടെ, ഏലസിലൂടെ, ഐക്യലിലൂടെ ഒക്കെ. പക്ഷെ അള്ളാഹുവിന്റെ റസൂലോ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഇത് നീട്ടിവെച്ചതാണ്. ഭൂമിയിൽ അത് ഉപയോഗിക്കേണ്ടിയിരുന്ന, അള്ളാഹ് ചോദിച്ചാൽ അപ്പ ഉത്തരം തരുന്ന ആ പ്രാർത്ഥന ഉപയോഗിക്കേണ്ടിയിരുന്ന ഒരുപാട് ഘട്ടമുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും ഉപയോഗിച്ചില്ല. ഇനി ത്യാഗം സഹിച്ച സ്വഹാബത്തിന് വേണ്ടി പോലും ഉപയോഗിച്ചില്ല. സ്വന്തത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല, മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഉപയോഗിച്ചില്ല. ജീവാർപ്പണം മണി മുതൽ 4 മണി വരെ ഫീൽഡിലായിരുന്നു. എന്താ കാര്യം? ചില പൊളിറ്റിക്കൽ പാർട്ടി
സംസാരിക്കുമ്പോൾ ജീവിതം എത്ര നിസ്സാരാന്ന് മനസ്സിലാകും. ഈ ഫാമുകൾ എന്റേതായിരുന്നു. ഈ ലാസ്റ്റ് അയാൾ പറഞ്ഞ വാചകം തരും, അല്ല അവിടെ എല്ലാം ആളെ വിളിച്ചുകൂട്ടി യോഗം ചേർന്ന് അങ്ങനെ ചൂടുള്ള ഒരു പോയ ആളുകൾ അവരുടെ അനുഭവ വിശദീകരണങ്ങളായിരുന്നു. നിറക്കണ്ണുകളോടുകൂടെയായിരുന്നു അപ്പൊ നമ്മളൊക്കെ എത്ര നിസ്സാര ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തോ ഏതെങ്കിലും സംവിധാനത്തിന്റെ അടുത്ത് അളങ്ങണില്ല, 2 എണ്ണം കുടിച്ചു അളങ്ങണില്ല. പിന്നെ ഉറങ്ങണില്ല, എപ്പോഴും വരും എന്നോട് ചിരിച്ചിട്ട് വലിയൊരു പണിയാ തന്നത്. പക്ഷേ ാക്കാത്തോണ്ടും തീരുമാനിക്കാത്തോണ്ടും ഞാൻ അതിലേക്ക് പോകണം. കിനാവുകളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ വല്യച്ഛനും ഒരു മനസ്സിലായില്ലേ, ടോയ്ലറ്റിൽ ഇരിക്കുമ്പോ എല്ലാം റെഡി, ഒരു കുഴപ്പമില്ലെന്നാ. എന്താ അറിയോ, വീട്ടിന്റെ ഉള്ളിൽ നിന്നിടാനുള്ള വസ്ത്രമേ ഒരിടത്തുള്ളൂ. വീട്ടിന്റെ പുറത്തേക്ക് അവർക്ക് കൊടുത്ത എമൗണ്ടിൽ നിന്ന് 500 രൂപ അവർ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ അറിയാം അതിന്റെ പെയിൻ എന്താണെന്ന്. അത്ര നിസ്സാര ജീവിത സാഹചര്യങ്ങളുടെയും ഘട്ടങ്ങളും ഇതിനെ സംബന്ധിച്ചുള്ള ഹദീസ് വാചകനുണ്ടാകും. എന്തിന്? യഖൂലു റബ്ബി എന്നാണ്. മഹ്ശറയിൽ ഉണ്ടാകും, അല്ലാഹുമ്മ ഉമ്മത്തി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഏതോ ഒരു മണ്ടൻ അല്ലെ, ഒരു ചങ്ങാതി, ഒരു ഭ്രാന്തൻ, മാനസിക രോഗി, അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കുട്ടികളൊക്കെ കൂടെ തടിച്ചുകൂടിയത്. ഒരു പൊളിറ്റിക്കൽ ലീഡർ വരുമ്പോ അയാളടുത്ത് പോകാൻ നമ്മൾ നോക്കും, ഒന്ന് തൊടാൻ നോക്കും, ഒരു സെൽഫി എടുക്കാൻ നോക്കും. ഒരാത്മവിമർശനത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, എന്റെ നബി ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഹൃദയത്തിൽ നമ്മൾ എത്ര പേര് കൊതിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ? ജീവിതത്തിൽ എത്ര നേരം നമ്മൾ കൊതിച്ചിട്ടുണ്ട്? നമ്മളും നമ്മുടെ ഇസ്ലാമും നമ്മുടെ ഈമാനും തമ്മിലുള്ള ദൂരവും അവസ്ഥയും ഒക്കെ വിലയിരുത്താൻ യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്ത മതി ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ. നമ്മൾ നമ്മുടെ നബിയെ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താ കാര്യം? നമ്മുടെ നബി എന്താണെന്നും ആ പ്രവാചകന്റെ ജീവിതം എന്താണെന്നും അദ്ദേഹം നമുക്ക് വേണ്ടി സഹിച്ചത് എന്താണെന്നൊന്നും യഥാവിധി വായിക്കാനും പഠിക്കാനും നമുക്ക് പറ്റിയിട്ടില്ല. നോക്കൂ, നിങ്ങളൊരു ഹദീസ്, ലൗല അൻ അശുഖ അല ഉമ്മതി ലഅമർതഹും ബിസ്സിവാക് ഇൻദ കുല്ലി വുദു. എന്താ? എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഓരോ വുദുവിന്റെയും കൂടെ പല്ല് തേക്കാൻ ഞാൻ അവരോട് നിർദ്ദേശിക്കുമായിരുന്നു. വുദുവിന്റെ ഒരു കർമ്മമായിട്ട് നിർദ്ദേശിക്കുമായിരുന്നു. അപ്പൊ ഉമ്മത്തിന് ഭാരം വരാതിരിക്കാൻ, അമല് കൊണ്ടുള്ള ഭാരം വരാതിരിക്കാൻ പ്രവാചകൻ ഭയങ്കരമായി നോക്കിയിട്ടുണ്ട്, ഇല്ലേ? നോക്കൂ, നിങ്ങൾ 50 വക്ത് നിർബന്ധാക്കിയപ്പോൾ അത് 5 വക്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുക്കി ആവശ്യപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓരോന്നിലും ഉമ്മത്തിനോട് റഹ്മത്തും കാരുണ്യവും കാണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത്, മിൻ അശദ്ദിൻ നാസി ഉമ്മത്തി ഹുബ്ബൻ ലീ നാസുൻ യകൂനൂന ബഅദി യവദു അഹദുഹും ലൗ യുഅതി അഹ്ലഹു വമാലഹു ബിഅൻ യറാനി. സ്വന്തം കുടുംബത്തെയും സ്വന്തം സമ്പത്തിനെയും മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും എന്റെ പ്രവാചകനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അവൻ എന്നോട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ കുടുംബത്തെക്കാളും മക്കളെക്കാളും സമ്പത്തിനേക്കാളും മറ്റെന്തിനേക്കാളും നമുക്ക് ഇഷ്ടം ഉണ്ടാകേണ്ടത് ആരോടാ? അള്ളാഹുവിന്റെ റസൂലിനോടാണ്. അതെങ്ങനെ ഉണ്ടാവുക? കഴിഞ്ഞ എന്റെ ഖുതുബിൽ ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് ഒരു കുട്ടിനെയും പഠിപ്പിക്കാനുള്ള ഒരു ബാധ്യതയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. വിദ്യാഭ്യാസ ലോൺ എടുക്കുക, പലിശക്ക് എടുക്കുക. ഞാൻ പറയണത് ഒരു വലിയ പിന്തിരിപ്പനായിട്ട് തോന്നും ചില ആൾക്കാർക്ക് കേട്ടോ. വലിയ ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ട് അവസാനം ഈ കോഴ്സിൽ കുട്ടി പൊട്ടിയിട്ട് കൂട്ടാത്മഹത്യകൾ എത്രണ്ണം നടന്നു നമ്മളെ നാട്ടില്? എത്രണ്ണം നടന്നു? വീടുണ്ടാക്കുകയാണ്. വീടിന്റെ നിർമ്മാണം നടക്കണമെങ്കിൽ ഭാര്യന്റെ സ്വർണ്ണം അവിടെ കൊണ്ടേക്കണം. വീടെടുത്തു, ലോൺ എടുത്തു, വീട് വെച്ചു, വീട് വിറ്റു, ലോൺ അടച്ചു. അല്ലെ? ഇതൊരു കുട്ടി എഴുതിയ ചെറിയൊരു കവിതയാണ്. എന്തെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി എഴുതാൻ കൊടുത്തപ്പോ എഴുതിയ കവിതയാണ്. പക്ഷെ അതിലൊക്കെ ഉണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിലപാടായി സ്വീകരിക്കുന്നിടത്ത്, നമുക്ക് നിലപാട് പറയുന്നിടത്ത്, നിവർന്നു നിൽക്കുന്നിടത്ത് യഥാ സമീപനം സ്വീകരിക്കുന്നവനാണ് രക്ഷപ്പെടുക എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹു പറയണേ, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാത്തിനാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനേക്കാളും മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും പ്രിയപ്പെട്ടതായിരുന്നു. എത്രത്തോളം? വമിനൽ മാഇൽ ബാരിദി അല ത്വംഇ, തൊണ്ട നനക്കാൻ, ദാഹിക്കുന്ന നേരത്തെ തൊണ്ട നടക്കാനുള്ള വെള്ളത്തെക്കാളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്നാണ്. നമുക്കാണോ? അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഹറാമുകളില്ലേ, അതുണ്ടാകുമോ? അനുവർത്തിക്കേണ്ട ധാരാളം നന്മകളില്ലേ, അതില്ലാതെ പോകുമോ? ദീനിനു വേണ്ടി എടുക്കേണ്ട റിസ്കുകളില്ലേ, ആ റിസ്കുകൾ എടുക്കാതെ പോകുമോ? സ്വഹാബത്ത് പ്രാർത്ഥിച്ചു. കാനമിൻ ദുആഇ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്, അല്ലാഹുവേ നിന്റെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നു, വഹുബ്ബ മൻ യുഹിബ്ബുക്, നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടവും ഞാൻ ചോദിക്കുന്നു, വൽ അമല അല്ലദീ യുബല്ലഗുനി ഹുബ്ബക്, നിന്റെ ഇഷ്ടം കിട്ടുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് നീ കാണിച്ചു തരണം, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി, അല്ലാഹുവേ എന്റെ ഇഷ്ടം, നിന്നോടുള്ള ഇഷ്ടം എന്റെ സ്വന്തം ശരീരത്തെക്കാളും പ്രിയപ്പെട്ടതാക്കണം. വാഹലി, എന്റെ അഹ്ലിനെക്കാളും. വമിനൽ മാഇൽ ബാരിദ്, എന്താ? തണുത്ത വെള്ളത്തെക്കാളും, ഞാൻ കുടിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും എനിക്ക് നീ പ്രിയപ്പെട്ടതാക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ കാരണം? ഖുൽ ഇൻ കുൻതു